ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിൽ സംയുക്ത പാർലമെന്റ് സമിതി യോഗം തുടങ്ങി. മുൻ ചീഫ് ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡ്, JS കഹാർ എന്നിവർ സമിതി മുൻപാകെ നിലപാട് വ്യക്തമാക്കും. ഭരണഘടനയുമായി ചേർന്ന് പോകുന്നതാണോ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശം എന്നതിൽ ഇരുവരും വ്യക്തത വരുത്തും. പി ബസന്ത്, എന്തായിരിക്കും ഇന്നത്തെ ഈ പാർലമെന്ററി സമിതി യോഗത്തിൽ സംഭവിക്കുക? രതീഷ്, ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്ന ഒരു ഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് രണ്ട് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡും JS കഹാറും ഇന്ന് സമിതിക്ക് മുമ്പാകെ ഹാജരാകുന്നത്. സമിതി വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളൊക്കെ സന്ദർശിച്ച് തെളിവെടുപ്പ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ക്രോഡീകരണം നടത്തുന്നു എന്ന ഒരു ഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ. 5 സംസ്ഥാനങ്ങൾ സന്ദർശിച്ചു എന്ന സമിതി അധ്യക്ഷൻ PP ചൗധരി പറഞ്ഞു. ഒരു കേന്ദ്രഭരണ പ്രദേശം സന്ദർശിച്ചു. ഇവിടങ്ങളിലൊക്കെ തന്നെ അനുകൂലമായ ഒരു അഭിപ്രായമാണ് പല മേഖലകളിലുള്ളവർ സമിതിയുടെ മുമ്പാകെ നിലപാടുകൾ അറിയിച്ചപ്പോൾ അല്ലെങ്കിൽ മൊഴി നൽകിയപ്പോഴൊക്കെ നൽകിയത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിലാണ് സംയുക്ത പാർലമെന്റ് സമിതിയുടെ യോഗം ഇപ്പോൾ ചേരുന്നത്.